നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്ന സഞ്ജീവ് ഖന്നയായിരുന്നാലും BR ഗവായി ആയിരുന്നാലും കേന്ദ്ര സർക്കാർ നയങ്ങളോട് സമരസപ്പെടാത്തവരാണ്. അവർക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടകളെ അംഗീകരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് പല നടപടികളിലൂടെ പല രീതിയിലുള്ള വിധിന്യായങ്ങളിലൂടെ അവർ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അത് BJPയെയും നരേന്ദ്രമോദിയെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ സൂര്യകാന്തിനെ അവരോധിച്ചപ്പോൾ മുതൽ BJP വല്ലാതെ സന്തുഷ്ടരാണ്. വല്ലാത്ത ഒരു സന്തോഷം അവർ എല്ലാ തരത്തിലും പ്രകടിപ്പിക്കുന്നുമുണ്ട്. കാരണം നിരവധിയായ വേർഡിക്റ്റുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചതിൽ സംഘപരിവാർ അജണ്ടകൾക്ക് താല്പര്യമുള്ള രീതിയിലാണ് എന്നുള്ളത് ഗോദി മീഡിയകൾ വരെ ശരിവെക്കുകയാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞ SIR നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ അത് സുപ്രീം കോടതി ഏകപക്ഷീയമായി തള്ളിക്കളയുന്നു എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് സംഘപരിവാറിന് അനുകൂലമായി സംഘപരിവാറാണ് ശരി എന്ന തരത്തിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നതിന് ഉത്തമ തെളിവാണ് എന്ന് അർണബ് ഗോസ്വാമി വരെ തട്ടിവിടുകയാണ്. ഒന്നാലോചിക്കണം, അർണബ് ഗോസ്വാമി നേരത്തെ പഹൽഗാം ഭീകരാക്രമണ വിഷയവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുകയും കോടതി അലക്ഷ്യം നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടും സുപ്രീം കോടതിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ കൂച്ചുവിലങ്ങിട്ട് വെച്ചിരിക്കുകയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാവുകയാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്, ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ്, ജുഡീഷ്യറിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു കോടതിയാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കാവലാളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളും സുപ്രീം കോടതിയെ ചീഫ് ജസ്റ്റിസിനെ കുഴപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന, അദ്ദേഹത്തിനെതിരെ പടനീക്കം ആരംഭിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ. സൂര്യകാന്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് സംഘപരിവാർ അജണ്ടയ്ക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിക്കണം, നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് BR ഗവായിക്കെതിരെ ഏറ്റവും മോശമായ രീതിയിൽ പദപ്രയോഗവും അദ്ദേഹത്തിനെതിരെ ഭീഷണി വരെ ഉയർത്തിയ സംഘപരിവാർ നേതാക്കളുണ്ട് എന്ന് ആലോചിക്കണം. ഇവിടെ സൂര്യകാന്തിനെയും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പല റിപ്പോർട്ടുകളും വരികയാണ്. ഗോദി മീഡിയകൾ ഇത് പൂഴ്ത്തി വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ ഗോപ്യമായി തന്നെ വയ്ക്കും. അവർക്കിത് പുറത്തുവിടാൻ ഒരു രീതിയിലുള്ള താല്പര്യവുമില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടകളെ സംരക്ഷിക്കാൻ അവർ ഏത് രീതിയിലുള്ള ശ്രമവും നടത്തും എന്നുള്ളത് ഈ തീരുമാനങ്ങൾ, സംഘപരിവാറിൻ്റെ തീരുമാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ സുവ്യക്തമാണ്. രാഷ്ട്രപതി സുപ്രീം കോടതിക്കെതിരെ വീണ്ടും തിരിയുകയാണ്. അത് പരമാധികാരത്തെ ചൊല്ലിയല്ല. മുൻപ് BR ഗവായി പരമാധികാരത്തെ ചൊല്ലിയായിരുന്നു രാഷ്ട്രപതിയുമായി കൊമ്പുകോർത്തതെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ ഏറ്റവും പുതിയ തീരുമാനം രാഷ്ട്രപതി ഒപ്പുവെച്ച തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് പൊടുന്നനെ എടുത്ത് പറഞ്ഞ വിഷയമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലുറപ്പ് നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിക്ക് നിരവധിയായ സംശയങ്ങൾ ഉദിച്ചുയരുന്നു. ആ വിഷയങ്ങളിൽ രാഷ്ട്രപതി വായിക്കാതെയാണ് ഒപ്പുവെച്ചത് എന്ന തീരുമാനത്തിലേക്കാണ് ചീഫ് ജസ്റ്റിസ് വരെ നീങ്ങുന്നത്.